കോഴിക്കോട് ബസ് ഇടിക്കാതെ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന വാർത്ത നേരത്തെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. അപകടം ഒഴിവായത് ഡ്രൈവറുടെ സമയോചിത ഇടപെടലിലൂടെയായിരുന്നു. കുട്ടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ബസിന്റെ ഡ്രൈവർ ഷിനോജിനൊപ്പം നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് ഉണ്ട്. ബസിന്റെ ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ ബസ് നിർത്തുകയായിരുന്നു. കുട്ടി പിന്നോട്ട് ഓടിപ്പോവുകയും ചെയ്തു. ഏതായാലും അത്ഭുതകരമായൊരു രക്ഷപ്പെടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കുട്ടി ഈ മാതാപിതാക്കൾക്കൊപ്പമാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് ഓടി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ബസ്, തയ്യിൽ എന്നാണ് ആ ബസ്സിൻ്റെ പേര്, ബസ് വരുന്നത്. പക്ഷേ ബസ് ഡ്രൈവർക്ക് ഏതായാലും അപ്പോൾ തന്നെ ആ ബസ് നിർത്താൻ കഴിഞ്ഞു. ഏതായാലും ഒരു അപകടവും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ബസ് ഡ്രൈവർക്കൊരു അല്പം അദ്ദേഹം അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല കുറച്ച് സമയത്തേക്ക് എന്ന് നേരത്തെ നമ്മുടെ പ്രതിനിധി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നിഖിൽ പ്രമേഷ് ഉണ്ട് ഡ്രൈവർ ഷിനോജിനൊപ്പം. നിഖിൽ, ഇതിൽ ഷിനോജിൻ്റെ ഒരു സമയോചിത ഇടപെടൽ നമ്മൾ എടുത്തു പറയുന്നതാണ്. അദ്ദേഹത്തിന് ആ ഷോക്കിൽ നിന്നൊക്കെ മുക്തനായോ? അനുജ, നമ്മൾ ആ ബസ്സിലാണ് ഉള്ളത്. ഷിനോജ് നമ്മളോടൊപ്പം ഉണ്ട്. ഷിനോജിനെ സംബന്ധിച്ചിടത്തോളം റൂട്ടിലാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് അപ്പം തോന്നിയത്? അതാണ് കേരളം ഒന്നടങ്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തോന്നാൻ എന്താ, രക്ഷപ്പെട്ട് കുട്ടി, അത്ര തന്നെ. എൻ്റെ കഴിവ് ഞാൻ പറയില്ല, പക്ഷേ ചവിട്ടി ഞാൻ വലത്തോട്ട് വെട്ടിച്ച് കുട്ടി ഓട്ടോറിക്ഷയ്ക്ക് ക്രോസ് ചെയ്ത് പാഞ്ഞതാ, ഓടിയതാ. ഞാൻ കണ്ടില്ല, ഞാൻ ഓട്ടോറിക്ഷ കഴിഞ്ഞതിന് ശേഷം കാണുന്നത്. അപ്പോൾ ബസ് അവിടെ എത്തി. ചെറിയ കുട്ടി, 2 വയസ്സുണ്ടാവുള്ളൂ. ഞാൻ ചവിട്ടി വലത്തോട്ട് വെട്ടിച്ച് വണ്ടി എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ട് അടി കുടുങ്ങിയില്ല. ഞാൻ വിചാരിച്ച അടി കുടുങ്ങിയെന്നാണ് വിചാരിച്ചത്. സ്വന്തം മകളെയാണ് അപ്പോൾ ഓർത്തത് അല്ലേ? സത്യം, എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, അതേപോലെ അതേ പ്രായം. അപ്പോൾ ഓർത്തത് അങ്ങനെയാണ്. എന്തായാലും എൻ്റെ മാതാവ് ഇവിടെ ഉണ്ട്, രക്ഷിതാവ് വണ്ടിയിലാണുള്ളത്. മാതാവിൻ്റെ അടുത്തേക്ക് ഓടിയതാണ്. പക്ഷേ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നേ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ബസ്സുകാർക്ക് പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ അത് വീഡിയോ പുറത്ത് വിട്ടില്ല, ഇന്ന് രാവിലെ എടുത്ത് വിട്ടേ ഞാൻ. ഒരു പക്ഷേ ഒരു നിമിഷം നിങ്ങൾ ആ കുട്ടിയെ കൃത്യമായിട്ട് കണ്ടിരുന്നോ? ഇല്ല, ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഓട്ടോറിക്ഷൻ്റെ മറവിലല്ല കുട്ടികളെ. വീഡിയോ കാണുമ്പോൾ കറക്റ്റാ, കുട്ടിയൊക്കെ ഫുള്ള് കാണാം. പക്ഷെ എനിക്ക് കാണൂല. എനിക്ക് സത്യത്തിലൊരു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. സത്യം. ഇപ്പോൾ ഷിനോജ് തൻ്റെ ഡ്യൂട്ടിയിലാണ്. ഷിനോജിന് ചെറിയൊരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത് കണ്ടതിന് ശേഷവും തൻ്റെ മകളെയാണ് ഷിനോജ് ഓർത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ മനോവിഷമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് മറികടന്നുകൊണ്ട് ആ ആത്മധൈര്യം, പെട്ടെന്ന് തന്നെ ആ ഒതുക്കാൻ തോന്നിയ ആ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, ആ കുട്ടി രക്ഷപ്പെട്ടത്. ഏതാണ്ട് ഒരു 4-5 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുണ്ടാകൂ. അപ്പോൾ ഷിനോജിന് ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് ആ കുട്ടിയാണ് ആദ്യം മനസ്സിലോർത്തത് എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. എന്തായാലും ഷിനോജിൻ്റെ ആ ആത്മധൈര്യം, തയ്യിൽ എന്ന ബസ്സിലെ ഡ്രൈവറാണ്, ആ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് കേരളം ഒന്നടങ്കം. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ആരാണ് ആ ഡ്രൈവർ എന്ന് കേരളം ഒന്നടങ്കമുള്ള ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. കുറെ കോള് വന്നോ? ട്രോളൊന്നും കേൾക്കാൻ സമയം കിട്ടിയില്ല. ഫോൺ എടുക്കാൻ സമയം വേണ്ടേ? കുറേ വിളി വന്നിട്ടുണ്ട്, എടുത്തില്ല, ഫോൺ എടുത്തില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തന്നെ ഒരുപാട് തവണ PCR എന്നും മറ്റുമൊക്കെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയിരുന്നില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് മേഖലകളിൽ നിന്ന് ആളുകൾ വിളിക്കുകയും. താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ബസ്സിൽ? ഞാൻ ലീവാ. നിങ്ങളെ സഹപ്രവർത്തകൻ ഒരു നല്ല കാര്യം കേട്ടപ്പോൾ എന്ത് തോന്നി? അതാ രാവിലെ എനിക്ക് ആദ്യം കാട്ടി തന്നെ, പക്ഷെ ഓൻ വീഡിയോ പുറത്തിട്ടില്ലേ, ഞാനാ അടുത്ത് ഗ്രൂപ്പിൽ ഇട്ടത്, അറിയണ്ടേന്ന്. അപ്പൊ നിങ്ങളാണ് വൈറൽ താരം? ഓൻ തന്നെ. എന്തായാലും ഈ വീഡിയോ വൈറലായതിന് പിന്നിൽ ഈ കണ്ടക്ടറുടെ ഒരു ഇതുണ്ട്. കാരണം അദ്ദേഹം വീഡിയോ പുറത്തുവിടണ്ടെന്നാണ് അത്ര പറഞ്ഞത്. ഇദ്ദേഹമാണ് അത് പുറത്തുവിട്ടത്. എന്തായാലും അത് ലോകമെമ്പാടുള്ള ആളുകൾ കണ്ടു. ഇത് വിരൽ ചൂണ്ടേണ്ടത് രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, 100% ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. അപ്പൊ എന്തായാലും ആ വീഡിയോ അങ്ങനെ വൈറലാകുന്നതിന് പിന്നാലെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഷിനോജിനെ തേടി എത്തുകയുമാണ്. അനുജ, ഷിനോജിനോട് സംസാരിക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.